ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. കഴിഞ്ഞ 9 വർഷവും ആർക്കും ഒരു ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെൻറ്റാണ്. മാത്രമല്ല ജനങ്ങളുടെ തലയിൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻറ്റാണ്. കൂടുതൽ നികുതികൾ അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഇത് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. 4-ാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയല്ല ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ്. തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ്. അപ്പോൾ ഇതൊരു ഒരു തട്ടിപ്പാണ്. ഇത് തട്ടിപ്പാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിക്കായിരുന്നു. എന്താണ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കാതിരുന്നത്? ബഡ്ജറ്റ് ആളുകളുടെ തലയിൽ നികുതി അടിച്ചേൽപ്പിക്കായത്. ഇപ്പം ഇത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഹസനമാണ്. ഇത് വലിയ ഗൗരവത്തിലോട് ജനങ്ങൾ എടുക്കില്ല. ആശാ വർക്കർമാരോട് ഇത്രയൊരു ക്രൂരത വേണ്ടായിരുന്നു. അവർ കുറേ കൂടി ആനുകൂല്യം പ്രഖ്യാപിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇത് കൊടുക്കാനുള്ള ബാധ്യത തങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രഖ്യാപനം നടത്തിയത്. അല്ല, ഈ നേരത്തെ പ്രഖ്യാപിച്ച ആനുകൂല്യം തന്നെ ഇപ്പോൾ കൊടുക്കുന്നില്ലല്ലോ. ഇടുക്കി പാക്കേജ് 18,000 കോടിയാണ് പ്രഖ്യാപിച്ചത്. എന്തുവല്ലം കൊടുത്തോ? തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ച 10,000 കോടി ആർക്കെങ്കിലും കൊടുത്തോ? വയനാട് പാക്കേജ് പ്രഖ്യാപിച്ച ആർക്കെങ്കിലും കൊടുത്തോ? അപ്പോൾ ഇത് പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. തന്നെ അവർക്കറിയാം, കേരള മുഖ്യമന്ത്രിക്ക് അറിയാം ഇതൊക്കെ നടപ്പാക്കേണ്ടത് അടുത്ത ഗവൺമെൻറ്റാണെന്ന്. അപ്പോൾ തനിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല. ജനങ്ങൾ തന്നെ വീണ്ടും കൊണ്ടുവരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പ്രഖ്യാപനം. സാർ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് BJPയും CPMും തമ്മിലുള്ള അന്തർധാരയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് PMC പദ്ധതി ഒപ്പിട്ടത്. ഇതവരേതായാലും റദ്ദാക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. തൽക്കാലം CPIയെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. MOU സൈൻ ചെയ്തിട്ട് റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ എവിടെ റദ്ദാക്കാനാണ്? അപ്പോൾ ഇത് തൽക്കാലം അവരെ CPIയെ കബളിപ്പിക്കാൻ ചെയ്തൊരു പണിയായിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി. അതിനകത്ത് ഒരു നേട്ടവും ഉണ്ടാവില്ല. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്ന കാര്യമാണ്. അത് ബോധ്യപ്പെടും എല്ലാവർക്കും. MOU സൈൻ ചെയ്തിട്ട് ഇനി അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആര് റദ്ദാക്കാനാണ്? അതെല്ലാം നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ് ഇപ്പോൾ ഈ കത്ത് കൊടുക്കാമെന്നൊക്കെ പറയുന്നത്. കത്തുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇത് താൽക്കാലികമായി അവരെ കബളിപ്പിക്കുകയാണ്. അത് കുറേ കഴിയുമ്പോൾ CPIക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടും.